പൊരിക്കുന്ന അപ്പൊ കോഴി പൊരിച്ചത് ഒരു സ്പെഷ്യൽ അല്ലേ? എന്തൊക്കെയാ അലൈഹിസ്സലാം ഷാറല്ലേ? നിങ്ങൾ ഇവിടെ തന്നെയാണോ അല്ലെങ്കിൽ നല്ല മസാല നല്ല സെറ്റ് ആയിട്ടില്ല? ശരി അതെയാ ഷാഹിദേ, ഇവിടെ ഇവിടെ അഭിപ്രായം എടുക്കാനുണ്ട്. നമ്മള് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ അഭിപ്രായങ്ങൾ വരാൻ എങ്ങനെയുണ്ട് ഇവിടുത്തെ കാടിയും പത്തിലും? നിങ്ങൾ കാടിന്റെ വർദ്ധനം പറയണ്ട, അരമണിക്കൂർ കാത്തു കിടന്ന് അതെയാ കാട് അടിപൊളിയാ. നമുക്ക് മിസ്സായില്ല കാടാ. ഇത് കാടാ ചെറിയ നന്നോടെ നമ്മള് മസാല ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇടുന്ന് കിട്ടി കുസാനിടുന്ന് വളരെ കറക്റ്റ് കേട്ടോ. കാണാം നിങ്ങൾ കോഴി പൊരിച്ചില്ലേ? നമുക്ക് ഭക്ഷണം നമ്മളൊരു ഫ്രണ്ടാണ് ഇരിക്ക് കഴിച്ചിട്ട് ചോദിച്ചാലോ? പൂരി ഉണ്ടോ? പൂരി പൂരി നല്ല ചൂടുള്ള പൂരി ഉണ്ട് അല്ലെ? നമുക്ക് പൂരി കഴിക്കാനാണോ? നിങ്ങൾ എടുക്ക് അതെന്താ ഓരോ കൂടെ എടുക്ക്. എന്നാ 10ലേക്ക് നിങ്ങള് നിർത്തിയാ? അപ്പൊ ഇവരൊക്കെ പട്ടണൂരാട്ടോ അല്ലെങ്കിൽ പേര് പറഞ്ഞില്ല. കിട്ടിയില്ല. എന്ത് ചെയ്യുന്നു എല്ലാരും? കോളേജ് വർക്കാണ്. നിങ്ങള് ജ്യൂസിന് മട്ടന്നൂരിനാ? അത് ശരി, നമ്മുടെ നാട്ടുകാരനാണ്. അപ്പൊ എവിടെ നിങ്ങൾ പോയതിപ്പോ? കുട്ടികളിൽ പോയിട്ട് അറിയിട്ട് നിങ്ങൾക്ക് കോട മഞ്ഞ് കിട്ടീനാ? എങ്ങനെയുണ്ടായിരുന്നു? എന്റെ മോനെ രക്ഷിത അല്ല, ഇത് ഒന്നൊന്നര കോഴിയാണല്ലോ. എല്ലാം ചെങ്ങ അടുത്തിരിക്കുമ്പോ കോഴിയല്ല ഇപ്പൊ കീഞ്ഞു പായുവേ. എന്റെ പൊന്ന് ചെങ്ങ, ഇതാ കോഴിന്റെ വലിപ്പം കണ്ട. ഇത് കോഴി തന്നെയാ, എന്താ വലിപ്പോ? അപ്പൊ കോഴി പൊരിച്ചത് ഇവിടുത്തെ സ്പെഷ്യലാണ്. അതിന്റെ ഒന്നിച്ച് തന്നെ കാട ഫ്രൈന്റെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്. കാട നമുക്ക് കിട്ടിയില്ല. എനിവേ ഇന്ന് നമുക്ക് കോഴി പൊരിച്ച് കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓ ബീഫ് ഫ്രൈ നല്ല കോഴി അടിപൊളിയോ. വെളിച്ചെണ്ണ ഇല്ലാന്ന് പൊരിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഒന്നും പറയാനില്ല. തുടങ്ങുമ്പോ എല്ലാ ദിവസവും ഉമ്മാന്റെ കയ്യിൽ നിന്ന് മാത്രം കഴിക്കുന്ന ചങ്ങായിയാണ്. ഇന്ന് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ട്രൈ ചെയ്യാം. അപ്പൊ ആസിഫ് പറഞ്ഞത് നെയ്പ്പത്തിലാണ് ഇവിടുത്തെ ഭയങ്കര ക്ലാസ് സാധനം. അപ്പം നെയ്പ്പത്തിലെടുക്കാം. വേറെന്താ വന്ന സാധനം തിരിച്ചു പോയാ? വേറെ സാധനം തോന്നില്ലോ? ബീഫ് ഫ്രൈയും ലിവറും. ബീഫ് ഫ്രൈ ലിവറോ? ചിക്കൻ മസാല ലിവർ. ഓ, ഇത് മീൻ മസാല പോലെ ഉണ്ടല്ലോ. ഒരു ഒന്നൊന്നര ചിക്കൻ മസാല ആണല്ലോ. അതെയാ കഴിക്കില്ല? അങ്ങനെ അങ്ങനെ ഒരു കഷ്ണം നമ്മൾ ഒന്നിച്ച് കഴിക്കാം. അപ്പൊ നമ്മള് നെയ്പ്പത്തിലും നമുക്ക് ഇതെന്താണ്? അത് ലിവർ. ലിവർ കൂട്ടി കഴിക്കാം നമുക്ക്. ലിവറും കൂട്ടിട്ട് ഒരു ഓ കഴിക്കണം മോനെ. ചിക്കൻ പൊരിച്ച് അടിപൊളിയാ. ഒരു രക്ഷയില്ലല്ലേ? വേറെ ലെവല്. റഷീദ ഒരു പീസ് എടുക്ക്. അടിപൊളി. നമുക്ക് ഇതിങ്ങനെ എടുത്തിട്ട് ചിക്കൻ്റെ മസാല ഇങ്ങനെ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നെയ്പ്പത്തിലെടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് നല്ല എരിവുണ്ട് കേട്ടോ. ചിക്കൻ മുളകിട്ടെന്ന് പറയാം. അതെ. അപ്പോൾ നമുക്ക് പൂരി വാങ്ങണ്ടേ? കഴിക്കാം, വേണമെങ്കിലും കഴിക്കാം. ബ്രോ എടുക്കും ബ്രോ. നിങ്ങൾ കഴിക്കപ്പോ ലിവർ നന്നായിട്ടുണ്ട്. ലിവർ നല്ല ടേസ്റ്റ് കേട്ടോ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കോഴി പൊരിച്ചതാണ്. കോഴി പൊരിച്ചത് ഒരു രക്ഷയില്ല. പൂരി ആവി വറക്കുന്ന പൂരി. ഞാൻ നാട്ടിൽ പോവാം. നമ്മൾ 2 ദിവസം കഴിയും. ഞായറാഴ്ച ആവും. എല്ലാം മോനെ വെച്ച് കീറി. നമ്മളൊന്നിച്ച് നിന്ന് ഞാൻ വെച്ച് കീറിക്കൊണ്ടിരിക്കണോ? ഓനിക്ക് പറഞ്ഞു കൊടുക്കുക എങ്ങനെ കഴിക്കണ്ടെന്ന്. ഫുഡിന്റെ കാര്യം നോട് പറയണ്ട. നമ്മള് ഇടയ്ക്ക് കയറിയിട്ട് നല്ലോണം പെരുമാറുന്ന സ്ഥലം. അതെ അതെ. അപ്പൊ ഇന്ന് മാത്രം വീട്ടിൽ നിന്ന് കഴിക്കാം. വീട്ടിലാകുന്നില്ല, വണ്ടിയിൽ ആളുണ്ട്. അതുകൊണ്ട് വേഗം പോണം. ചിക്കന്റെ പീസ് എടുത്ത് കഴിക്കും. കോഴിന്റെ പീസ് എടുത്ത് കഴിക്കും. കാലുകളാ അടി. അപ്പൊ ഫുഡ് എന്തായാലും അടിപൊളി. ഇതെന്ന് സാധനം ബീഫ് ഉണ്ട്.
അത് ശരി, ഞാൻ ബീഫും വെക്കുക. വയനാട്ടിൽ വന്നിട്ട് ബീഫ് കഴിക്കാണ്ട് പോവേ എന്തേ പറയുന്നത്? അപ്പം നമുക്ക് ബീഫ് കഴിച്ചു നോക്കാം. ഇത് ഭയങ്കര ഹെവി സാധനമാണല്ലോ. കളർ നോക്കിയാ കാണുമ്പോൾ തന്നെ നമുക്ക് എടുത്തിട്ട് അങ്ങ് വെച്ച് കയറാൻ തോന്നുന്നുണ്ടോ? ഞാൻ ഇതില് മുഴുകിയിട്ടാണ്. ഇപ്പൊ ഒന്നും കേൾക്കുന്നില്ല, പറഞ്ഞാലൊന്നും കേൾക്കൂല. കാരണം ബീഫിന്റെ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കാന്ന് ചങ്ങായി. ഞാൻ എങ്ങനെയാ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുക? ഈ ബീഫിന്റെ പോരിശായ ഇത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്, പൂരി എടുത്തിട്ട് ബീഫിൽ കുത്തിയിട്ട് ഒരു കഷ്ണം ഇങ്ങനെ പിടിച്ചിട്ട് അതിന്റെ കളർ കണ്ട ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ, ഇങ്ങനെ കഴിക്കണം. അറിയാ ഇതൊന്നും നിങ്ങൾക്ക് അവിടെ കിട്ടൂല, വീട്ടിൽ കിട്ടൂല. വേഗം കഴിച്ചിട്ട് പോയി. നാട്ടിൽ കിട്ടുമോ ഇതുപോലത്തെ ബീഫ്? ഈ ബീഫ് കിടലല്ലേ എന്തെങ്കിലും നാട്ടിൽ കിട്ടാ? ഇത് നമ്മള് വയനാടിന്റെ വയനാടിന്റെ സ്വന്തം ബീഫാണ്. അതെയാ? നിങ്ങളെ കണ്ണൂർ കിട്ടുമോ? ഇല്ല, ഇത് വയനാട് ഉണ്ടാക്കുന്ന. ഓക്കെ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പരിപാടികൾ പറയാം. ലൊക്കേഷൻ ഒക്കെ പറഞ്ഞോ കേട്ടോ. ലൊക്കേഷൻ ഇപ്പം വേണ്ട, ഭക്ഷണം കഴിച്ചിട്ട് മതി. ഓക്കെ, ഞാൻ പോവാണ്. നിങ്ങൾ കോഴി കഴിച്ചോണ്ടിരിക്കുമ്പോ നിങ്ങൾ എവിടെ പോകുന്നത്? വണ്ടിയിൽ ആളുണ്ട്. പോലപ്പാ, കാണൂലേ? പറ്റിക്കാൻ പാടേ. അപ്പൊ അടുത്ത ദിവസം നമുക്ക് കാണാം. ഒന്നും കൂടി ഉഷാറാക്കി കഴിച്ചിട്ട് പോവാം. ഓക്കെ, കാണാം നമുക്ക്. വീട്ടിലോട് എല്ലാവരും സലാം പറഞ്ഞു. ഓക്കെ, ശരി. നമ്മുടെ പിള്ളേരും ഫാമിലിയൊക്കെ വീട്ടിൽ നിൽക്കുന്നുണ്ട്.